കൊല്ലം കടക്കലിൽ ക്ഷേത്രോത്സവത്തിൽ CPIM ഗാനവും കൊടിയും ഉപയോഗിച്ചതിനെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയായില്ല. ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ രാത്രിയാണ് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തീർച്ചയായിട്ടും ക്ഷേത്ര ദേവസ്വം സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ കൊടിയോ ചിഹ്നമോ പരിപാടികളോ പാടില്ല എന്ന് കൃത്യമായ കോടതി വിധിയുണ്ട്. ഇത് ഉപദേശകരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശ സമിതിയാണ്. ആ ഉപദേശ സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അരുൺരാജ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. അരുൺ, ഈ നവകേരള സദസ്സിന്റെ അവിടുത്തെ വേദി പോലും ഈ നേരത്തെയുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മാറ്റേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നാണ് ക്ഷേത്ര ഭരണസമിതി പറയുന്നത്? ദേവസ്വം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുമോ അരുൺരാജ്? ഹഷ്മി, കടക്കൽ ദേവീക്ഷേത്രം CPM-ന് വലിയ അപ്രമാദിത്യമുള്ള, CPM ഭരിക്കുന്ന, CPM-ന്റെ ഭാരവാഹികളുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ക്ഷേത്രമതിൽ പൊളിച്ചുകൊണ്ട് വേദിയൊരുക്കാനുള്ള തീരുമാനം ഹൈക്കോടതിയിൽ വലിയ പരാതിയായി ഉയർന്നപ്പോഴും ഹൈക്കോടതി തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഗീത പരിപാടിക്കിടയിൽ CPM പശ്ചാത്തലത്തിലും DYFIയുടെ കൊടിയുടെ പശ്ചാത്തലത്തിലും അവിടെ സംഗീത പരിപാടികൾ നടന്നത്, വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. നമ്മളടക്കം ഇന്നലെ വാർത്തകൾ നൽകിയതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ വിവിധ ഹിന്ദു സംഘടനകളും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ രാഷ്ട്രീയ പ്രവേശനം, അത് രാഷ്ട്രീയപരമായി രാഷ്ട്രീയ സംഘടനകൾ കടന്നു കയറുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഈ സംഘടനകളുടെ പ്രധാനപ്പെട്ട പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. വിജിലൻസ് SP ഇക്കാര്യത്തിൽ അന്വേഷിക്കും. ദേവസ്വം വിജിലൻസ് SP ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണത്തിനപ്പുറം ഉപദേശ സമിതിക്ക് വീഴ്ച പറ്റിയെന്ന നിരീക്ഷണം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിനുണ്ട്. വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും ഹിന്ദു സംഘടനകളും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് രാഷ്ട്രീയ പരിപാടികളോ രാഷ്ട്രീയ ചിഹ്നങ്ങളോ ഉണ്ടാകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ കടക്കൽ ദേവീക്ഷേത്രത്തിൽ വളരെ പരസ്യമായി സംഗീത പരിപാടിക്കിടയിൽ ഒരു പാർട്ടിയുടെ കൊടിയടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.